നിന്നെ തളർക്കാൻ സമ്മതിക്കത്തില്ലെന്നും തളർക്കാൻ അനുവദിക്കത്തില്ലെന്നും വാദിച്ചു നിൽക്കുന്ന ചില മുഖങ്ങളുണ്ട് കേട്ടോ. ദൈവം അതിനെ തകർത്തിട്ട് ആമേൻ ഒരു തളർപ്പുണ്ടാകാനായിട്ട് പോവുക. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം ദൈവമുഖത്തേക്ക് നോക്കാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം ധ്യാനിക്കാനും ഈ വചനത്തിൻ്റെ ചിന്തകൾ എൻ്റേതാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ സർവകൃപാലുവായ ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്ന അവസരങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ സംഖ്യാപുസ്തകം 17-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. ഇത് തളർത്തു, പൂത്തു, ബദാഫലം കായ്ച്ചിരുന്നു. ആമേൻ. പിശാച് വാദിക്കുന്നൊരു മണ്ഡലമായത്, വളരാൻ അനുവദിക്കത്തില്ല. ഒരു വളർച്ച തലത്തിന് മുരടിപ്പിക്കും, തകർത്തുകളയും. ആമേൻ. ആരുടെ കാര്യമാ? ദൈവം തെരഞ്ഞെടുത്തവൻ്റെ വളർച്ചയെ ക്രമീകരിക്കുന്നത് ആരാ? ദൈവമക്കളെ, അത് ദൈവമല്ലേ? പിന്നെന്തിനാ അസൂയപ്പെടുന്നത്? അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് അസൂയല്ല വിഷയം. ഇതിൻ്റെ പിന്നിൽ ചലിക്കുന്ന ഒരു ഡീമോണിക് സ്പിരിറ്റാണ്. ഹല്ലേലൂയ. അകാരണമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ നേരെ അസൂയപ്പെടുന്നെങ്കിൽ നിങ്ങൾ അവരുടെ നേരെ ഒന്നും പറയാൻ പോകണ്ട. നിങ്ങൾ അവർക്കൊരു ദോഷവും ചെയ്യാൻ പോകണ്ട. ദൈവം അതിനകത്തൊരു മധുരപ്രതികാരം ചെയ്യും. എങ്ങനെയാണെന്നറിയോ? അവരെ തകർത്തിട്ടല്ല, ജീവരോടെ വെച്ചിട്ട് നിന്നെ മാനിച്ച് അനുഗ്രഹിച്ച് വലിയ ഉയർച്ചയിലേക്ക്, വലിയൊരു നന്മയിലേക്ക് ദൈവം കൊണ്ടുപോകാനിടയായി. ഇവിടുത്തെ വിഷയം നമുക്കറിയാം. കുടുംബക്കാരാ പ്രശ്നമായിട്ട് വരുന്നത്. എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ നിന്നാണ് കൂടുതൽ അറ്റാക്ക് നമുക്ക് വരുന്നത്. മറന്നുപോരും. കൂടെ നിൽക്കുന്നവരിൽ നിന്നാണ് കൂടുതൽ പ്രയാസം, അറ്റാക്ക് നമുക്ക് വരുന്നത്. ആമേൻ. ഇവിടെ കുടുംബക്കാരായിരിക്കുന്ന കോരഹ്, ദാതാൻ, അബീരാം ഈ തുടങ്ങിയവരൊക്കെ വന്നിട്ട് മോശയെടുത്ത് പറയുക, ആമേൻ, ഹല്ലേലൂയ, നിന്നെ മാത്രമല്ല ദൈവം വിളിച്ചേക്കുന്നത്, ഞങ്ങളെയും വിളിച്ചിട്ടുണ്ട്. ആമേൻ. അത് മോശയ്ക്ക് ഭയങ്കര വിഷമം കൊണ്ടുവന്നു, ഭയങ്കര ബുദ്ധിമുട്ട് കൊണ്ടുവന്നു. അടുത്ത നിമിഷം മോശ ദൈവസന്നിധി ചെല്ലുമ്പോൾ ദൈവം പറയാം, നീ എന്തിനാടാ ഭാരപ്പെടുന്ന? നിന്നെ അല്ലടാ, നിന്റെ നേരെയല്ല പറഞ്ഞേക്കുന്നത്, എൻ്റെ നേരെയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് തെളിയിക്കാനായിട്ട് പോവാം. ആമേൻ. നീ കരയുന്ന ആ വിഷയത്തിനകത്ത്, ഭാരപ്പെടുന്ന ആ വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവും, ഒരു ദൈവനിയോഗം വെളിപ്പെടാനായിട്ട് പോവുക. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, ദൈവം പറഞ്ഞ എല്ലാ ഗോത്രത്തിനും ഓരോ വടി കൊണ്ടു, അവരുടെ പേര്, ഗോത്രങ്ങളുടെ പേര് അതിന്മേൽ എഴുതി. പക്ഷെ അഹരോൻ വടി കൊണ്ടുവരണം. അഹരോന്റെ വടി എപ്പോഴും സെപ്പറേറ്റാ, സാധാരണ വടിയല്ല. അത് സഹോദരൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കാണത്തക്ക വിധത്തിലുള്ള ഒരു അടയാളമായിട്ട് മാറാനുള്ള വടിയായിട്ട് മാറും. സ്തോത്രം. 12 വടിയും മോശ എന്ത് ചെയ്ത്? സാക്ഷ്യ കൂടാരത്തിനകത്ത് വെച്ചു. എല്ലാവരും പറഞ്ഞു, പൊയ്ക്കോ, പോയി കിടന്ന് ഉറങ്ങിക്കോ. അഹരോന് ഉറങ്ങാൻ പറ്റിയില്ല. എൻ്റെ ചിന്തയാന്ന്, അഹരോന് ഉറങ്ങാൻ പറ്റിയില്ല. അവൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും ആ പെട്ടകത്തിനകത്തിരിക്കുന്ന ആ വടിക്കകത്തേക്ക് ചെല്ലുകയാണ്, ആ വടിക്കകത്തേക്ക് വീഴുകയാണ്. എന്താ സംഭവിച്ചത്? ആരും സഹായിക്കാനില്ലാതെ വന്നു, ആരും വഴി തുറക്കാനില്ലാതെ വന്നു നിന്ന സ്ഥാനത്ത് ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവനീതി. തളർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. തളർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. പിറ്റേന്ന് എല്ലാവരും വന്ന് വടി നോക്കിയെടുക്കുമ്പോൾ ഇതെന്തൊരു മാജിക്ക്, തലേന്ന് വെച്ചതുപോലെ അല്ലല്ലോ. എല്ലാവരും തല കുനിഞ്ഞ് തിരിച്ചു പോയപ്പോ തല ഉയർത്തിപ്പിടിച്ച് അവൻ അഹരോൻ പോകുകയാണ്. എന്താ കാരണം? ഒരു ദൈവപ്രവൃത്തി ഉണ്ടായിരിക്കുന്നു. യെസ്, ഒരു വിടുതലുണ്ടായിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളമേ, ഇനിയൊരു തളിർപ്പുണ്ടാകത്തില്ല, ഇനിയൊരു മാന്യത ഉണ്ടാകത്തില്ല. ഞാൻ ഇതിനകത്ത് കുടുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിക്കുന്നെങ്കിൽ നോക്കിപ്പറ, ഇല്ലട പന്ന പിശാചേ, വടി, ആമേൻ, വെള്ളത്തിന്റെ ഗന്ധമില്ലാതെ, ആമേൻ, ആമേൻ, വളത്തിന്റെ ഗന്ധമില്ലാതെ ഞാൻ തളിർക്കാൻ പോവാ. ദൈവം ഏൽപ്പിച്ചു കൊടുക്കാം.
കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, നന്ദി നിറ ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി നിറ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങളുടെ വചനത്തിൻ്റെ ആധികാരികമായ ശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുദ്രയിടുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.